ലോകത്തിലെ തനതായ ഗോത്രങ്ങളെ പര്യവേക്ഷണം ചെയ്യുന്നതിലൂടെ മറ്റ് സംസ്കാരങ്ങളുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനും അവരുടെ പരമ്പരാഗത മൂല്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് അവസരം ലഭിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അപൂർവമായ 10 ഗോത്രങ്ങളും സംസ്കാരങ്ങളും നമുക്ക് നോക്കാം. കെനിയ, ടാൻസാനിയ രാജ്യങ്ങളിലെ മസായി ഗോത്രം. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു അർദ്ധ നാടോടി ഗോത്രമാണ് മസായി. ഷൂക്ക എന്ന ചുവന്ന നിറത്തിലുള്ള അങ്കിക്കും കൊന്തപ്പണികൾക്കും പേരുകേട്ടതാണ് ഈ ഒരു ഗോത്രം. ചെറിയ വൃത്താകൃതിയിലുള്ള ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. കന്നുകാലി വളർത്തൽ, പരമ്പരാഗത ചടങ്ങുകൾ, യോദ്ധാക്കളുടെ സംസ്കാരം എന്നിവയ്ക്കും ഈ ഒരു ഗോത്രം പേരുകേട്ടതാണ്. ഇന്തോനേഷ്യയിലെ ടൊരാജ ഗോത്രം. ഇന്തോനേഷ്യയിലെ സുലവേസിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ടൊരാജ ജനത അവരുടെ വിപുലമായ ശവസംസ്കാര ചടങ്ങുകൾക്കും അതുല്യമായ ശവസംസ്കാര രീതികൾക്കും വളരെയധികം പേരുകേട്ടവരാണ്. വടക്കൻ യൂറോപ്പിലെ സാമി ഗോത്രം. നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, റഷ്യ എന്നിവിടങ്ങളിലെ ആർട്ടിക് പ്രദേശങ്ങളിലെ തദ്ദേശീയരായ സാമി ഗോത്രത്തിലുള്ളവർ അവരുടെ റെയിൻഡിയർ കൂട്ടത്തിനും ആകർഷകമായതും വർണ്ണാഭമായതുമായ വസ്ത്രങ്ങൾക്കും വളരെയധികം പേരുകേട്ടതാണ്. അവരുടെ പരമ്പരാഗത ജീവിതശൈലി ഭൂമിയുമായും പ്രകൃതിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എത്യോപ്യയിലെ മുർസി ഗോത്രം. വിചിത്രമായ ചുണ്ടുകൾക്കും ശരീര അലങ്കാരങ്ങൾക്കും പേരുകേട്ടവരാണ് എത്യോപ്യയിലെ ഓമോ താഴ്വരയിലെ മുർസി ഗോത്രം. ശക്തമായ പോരാളി പാരമ്പര്യമുള്ളവരാണ് ഈ കൂട്ടർ. കന്നുകാലികളെ മേയ്ക്കുന്നവരാണ് മുർസികൾ. സ്ത്രീകൾ വലിയ കളിമൺ തകിടുകൾ ധരിക്കുന്നതും മറ്റുമാണ് ഇവരുടെ തനതായ ആചാരങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ ബെഡുയിൻ ഗോത്രം. മിഡിൽ ഈസ്റ്റിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു നാടോടി അറബ് ഗോത്രമാണ് ബെഡുയിൻ. ആതിഥ്യ മര്യാദ, വിപുലമായ വാസസ്ഥലങ്ങൾ, പരമ്പരാഗത വസ്ത്രധാരണം എന്നിവയ്ക്ക് ഇവർ അറിയപ്പെടുന്നു. ജപ്പാനിലെ ഐനു ഗോത്രം. ഹോക്കൈഡോ ഉൾപ്പെടെയുള്ള ജപ്പാന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു തദ്ദേശീയ വിഭാഗമാണ് ഐനു ഗോത്രം. വ്യത്യസ്തമായ ഭാഷയും പരമ്പരാഗത വസ്ത്രങ്ങളും പ്രകൃതിയെയും പൂർവിക ആത്മാക്കളെയും കേന്ദ്രീകരിച്ചുള്ള മതപരമായ ആചാരങ്ങളുണ്ട് ഈ ഗോത്രത്തിലുള്ളവർക്ക്. പനാമയിലെയും കൊളംബിയയിലെയും കുന ഗോത്രം. പനാമയിലെ സാൻ ബ്ലാസ് ദ്വീപുകളിലും കൊളംബിയയുടെ ചില ഭാഗങ്ങളിലും തദ്ദേശീയരായ കുന ഗോത്രം കാലിൽ ധരിക്കുന്ന അവരുടെ വർണ്ണാഭമായ മോളകൾക്കും കൈകൊണ്ട് തുന്നിച്ചേർത്ത തുണിത്തരങ്ങൾക്കും വളരെയധികം പേരുകേട്ടവരാണ്. സ്ത്രീകളാണ് ഈ ഗോത്രത്തിലെ പ്രധാനികൾ. ഒരു മാതൃ സമൂഹത്തെയാണ് ഇവർ നിലനിർത്തിപ്പോരുന്നത്. ബ്രസീൽ, വെനസ്വേല എന്നിവിടങ്ങളിലെ യൊനോമാമി ഗോത്രം. ആമസോൺ മഴക്കാടുകളിലെ തദ്ദേശീയ വിഭാഗമാണ് യൊനോമാമി ഷബോനോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗോത്രം. വലിയ വൃത്താകൃതിയിലുള്ള വീടുകളിൽ താമസിക്കുന്നതിന് പേരുകേട്ടതാണ് ഈ ഗോത്രവർഗക്കാർ. പാപ്പുവ ന്യൂ ഗിനിയയിലെ ഹുലി ഗോത്രം. വിശാലവും വർണ്ണാഭമായതുമായ മുഖത്തെ ചായം, തൂവലുകളുള്ള ശിരോവസ്ത്രം എന്നിവയാൽ ശ്രദ്ധേയമാണ് ഹുലി ഗോത്രം. അവരുടെ പരമ്പരാഗത നൃത്തങ്ങൾ, സങ്കീർണത നിറഞ്ഞ ശരീരകല, ചടുലമായ ആചാരപരമായ വസ്ത്രങ്ങൾ എന്നിവ അവരുടെ സാംസ്കാരിക സത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹോപ്പി ഗോത്രം. കാച്ചിന പാവകൾക്കും ആചാരപരമായ നൃത്തങ്ങൾക്കും സങ്കീർണമായ മൺപാത്രങ്ങൾക്കും പേരുകേട്ടതാണ് വടക്കു കിഴക്കൻ അരിസോണയിൽ താമസിക്കുന്ന ഹോപ്പി ഗോത്രം. ഹോപ്പികൾക്ക് കൃഷിയിൽ, പ്രത്യേകിച്ച് ചോളം കൃഷിയിൽ സമ്പന്നമായ ആത്മീയ പാരമ്പര്യം തന്നെയാണുള്ളത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.